നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നാം വടക്കേ ഇന്ത്യയിൽ എത്തുമ്പോൾ അവിടെ ചില കടകളുടെ മുൻപിൽ ഒരു ബോർഡ് കാണാം. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ആ വാചകം ഇങ്ങനെയാണ്: കാശ്മീർ സെ കന്യാകുമാരി തക് ഹം ഹിന്ദു സബ് ഏക് ഹെ. ഹിന്ദി അറിയാത്തവർക്കായി ഞാനത് മലയാളത്തിൽ പറയാം. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നമ്മൾ ഹിന്ദുക്കൾ ഒന്നാണ്. അതായത് ഏകത. ഹിന്ദുക്കളെ ഒറ്റക്കെട്ടായി നിർത്തുവാൻ വേണ്ടി, അവർ ഭിന്നിച്ചു പോകാതിരിക്കാൻ വേണ്ടി ബുദ്ധിമാന്മാർ എഴുതി വെച്ച വാചകമാണിത്. ഇത് ധാരാളം കടകളുടെ മുൻപിൽ ഈ ബോർഡ് കടയ്ക്കുള്ളിൽ വെച്ചിട്ടുണ്ട്. നമുക്കൊരു ബോധവൽക്കരണം നടത്തുവാൻ വേണ്ടിയാണ് ഈ ബോർഡ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഹിന്ദുക്കൾ ഒന്നാണെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും, ഹിന്ദുക്കൾ ഒന്നാണല്ലോ, എന്തിനാണ് ഈ വാചകം എഴുതി വെച്ചിരിക്കുന്നതിന്റെ മുഖ്യ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങളെ സ്നേഹിക്കരുത്, മുസ്ലിങ്ങളിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കണം, നമ്മൾ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അർത്ഥം. രണ്ടാമത്തെ അർത്ഥം, ഇലക്ഷൻ വരുമ്പോൾ നാം എല്ലാവരും ഒറ്റക്കെട്ടായി ഹിന്ദുവിനെ വോട്ട് ചെയ്യണം, ഹിന്ദുക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുവാനായി നാം ഹിന്ദുക്കളെ ജയിപ്പിക്കണം എന്ന് ഒരു ധ്വനി കൂടി ഇതിനുള്ളിലുണ്ട്. ഇതേപ്പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ദലിതനെയും ഹിന്ദുവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ദലിതനെ സവർണർ കെട്ടിയിട്ട് പേപ്പട്ടിയെ പോലെ തല്ലുന്നതിന്റെ വീഡിയോകൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിന്റെ വീഡിയോകളുമുണ്ട്. നിയമപരമായ ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അത്തരം വീഡിയോകൾ നമുക്ക് ഇതിൽ കാണിക്കുവാൻ കഴിയുകയില്ല. പട്ടിയെ തല്ലുന്നത് പോലെ, പട്ടി എന്ന് പറഞ്ഞാൽ പറ്റില്ല, പേപ്പട്ടിയെ തല്ലുന്നത് പോലെ അവരെ ഉപദ്രവിക്കുന്നു. ഓർക്കണം, ഹം ഹിന്ദു സബ് ഏക് ഹെ, നാം ഹിന്ദുക്കളെല്ലാം ഒന്നാണ്. ദലിതന് ചില വഴികളിലൂടെ നടക്കുവാൻ അനുമതിയില്ല. കാരണം അത് സവർണർക്ക് മാത്രമുള്ള വഴിയാണ്. സവർണറുടെ ശവങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും ദലിതരുടെ ശവങ്ങൾ സംസ്കരിക്കുവാൻ കഴിയുകയില്ല. അതിന് വിലക്കാണ്. അഥവാ അതിനുവേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അവനെ കൂട്ടം കൂടി തല്ലിക്കൊല്ലും. ഒരു ദലിത് ഹിന്ദു ഒരു സവർണ പെൺകുട്ടിയെ വിവാഹം ചെയ്തു എന്നറിഞ്ഞാൽ അവന്റെ കുടുംബം പോലും ഇല്ലായ്മ ചെയ്തു കളയും. അത് വടക്കേ ഇന്ത്യയിലെ ഒരു വ്യവസ്ഥിതിയാണ്. ഒരു കാരണവശാലും ഒരു ദലിതന് ഒരു സവർണ പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ സാധിക്കുകയില്ല. ദലിതന് ചില സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസം ഇന്നും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദലിതർക്ക് സവർണർ തറയിൽ, സിമന്റ് തറയിൽ ചോറും കറികളും വിളമ്പിക്കൊടുക്കുന്ന അതിദയനീയമായ കാഴ്ചകളും നമുക്ക് കാണുവാൻ കഴിയും. അത്രമേൽ വർഗ വിവേചനമാണ് വടക്കേ ഇന്ത്യയിൽ നടക്കുന്നത്. ഇവരാണ് എഴുതി വച്ചിരിക്കുന്നത്, കാശ്മീർ സെ കന്യാകുമാരി തക് ഹം ഹിന്ദു സബ് ഏക് ഹെ. അതെ, നാം ഹിന്ദു സബ് ഏക് ഹെ. എവിടെയാണ് ഈ വാചകത്തിന്റെ പ്രസക്തി? ഈ വാചകത്തിന് എവിടെയാണ് വിലയുള്ളത്? അത് ഓരോ ഹിന്ദുവും ചിന്തിക്കേണ്ട കാര്യമാണ്. എല്ലാ ഹിന്ദുക്കളും ഒന്നാണെന്ന് പറയുകയും ഈ ജാതി വ്യവസ്ഥ എടുത്തു കളഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് അംഗീകരിക്കാം. അതായിരിക്കും കരുത്തുറ്റ ഹിന്ദു സംഘടന. അല്ലാതെ കടലാസിൽ എഴുതി കടകളുടെ വാതുക്കൽ ഒട്ടിച്ചു വെച്ചിട്ട് അവരെ കാണുമ്പോൾ തല്ലുകയും കൊല്ലുകയും അവരെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണം. ധാരാളം ഹിന്ദു സംഘടനകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഈ സംഘടനകളൊന്ന് കൂട്ടായ്മയായി തീരുമാനിച്ചാൽ മതി, നാം ഇവരെ ഉപദ്രവിക്കണോ, ഇവരെയും നമ്മോടൊപ്പം ചേർത്താൽ
ഈ വ്യവസ്ഥിതികൾക്ക് മാറ്റമുണ്ടാകില്ലേ എന്ന് ഒന്ന് ചിന്തിച്ചാൽ ഈ വാചകത്തിന് വലിയ അർത്ഥം ഉണ്ടാകും. ആ വാചകം ഒന്നുകൂടി ഞാൻ പറയുന്നു. കാശ്മീർ സെ കന്യാകുമാരി തക് ഹം ഹിന്ദു സബ് ഏക് ഹെ. അങ്ങനെ തന്നെ ഭവിക്കട്ടെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ദയവായി നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നമസ്കാരം.